അതെ, ഈ പുതിയ നേതാക്കന്മാരെ പോലെ എത്രയും പെട്ടെന്ന് കളർ ഡ്രസ്സിലേക്ക് മാറിക്കോണം. ഈ കതറലക്കും കഞ്ഞി പിഴിഞ്ഞും ബാക്കിയുള്ളവന്റെ തോള് തെഞ്ഞു. തോള് തെഞ്ഞെങ്കിലേ കണക്കായി പോയി. നീ എന്നെ തേക്കാൻ നോക്കുവല്ലേ നാട്ടുകാരുടെ മുമ്പിൽ കണക്കൊക്കെ പറഞ്ഞ്. ആരാ തേക്കാൻ നോക്കിയത്? എന്റെ റീത്ത് നീയല്ലേ ഇടമോട്ടിച്ചോണ്ട് പോയത്? ആഹാ, ഞാൻ ഫുൾ പേ ചെയ്ത് എന്റെ കലക്ക് റീത്തിന് പകരം നിന്റെ ഉണക്ക് റീത്ത് കടക്കാനല്ലേ അവന് റീത്ത് വെക്കണ്ട. ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ റീത്തിന്റെ കാശ് കിട്ടണം. ഓഹോ, ഇതിന്റെ പ്രതികാരമായിരുന്നു ടി വിയിലൂടെ എനിക്കിട്ട് താങ്ങിയത്. കേപ്പിനെ തോപ്പിക്കാനാവില്ല മക്കളെ. കെ പി ലീഡറാണ്, ലീഡർ. ലീഡർക്ക് കുറച്ച് ചൂട് കട്ടൻ എടുക്കട്ടെ? വേണ്ട, ഞങ്ങൾ യൂത്തമാര് നല്ല ബിരിയാണി കഴിച്ചിട്ട് വന്നാൽ ഞങ്ങളുടെ പ്രകടനം കഴിഞ്ഞാൽ ഞങ്ങൾ യൂത്തമാർക്ക് അത് മസ്റ്റാണ്. അച്ഛാ, ഇന്നത്തെ സമരത്തിന്റെ വീഡിയോ കിട്ടിയ ലൈക്ക് അച്ഛൻ കണ്ടായിരുന്നോ? അത് കണ്ടിട്ട് ചോർച്ചില്ല ചേച്ചിക്ക്. കിടപ്പുണ്ടല്ലോ. അസൂയ UDP-ക്കാരെ കൂടെ പറപ്പാണല്ലോ. അച്ഛനാണെങ്കിലും ശരി, മോളാണെങ്കിലും ശരി. ചെറിയ ചെറിയ സ്വന്തം സമയത്ത് ഇങ്ങനത്തെ മാർക്ക് ഉണ്ടാവാറില്ല അച്ഛാ. അയ്യേ പിള്ളേരെ പോലെ നോട്ടെ. ശരിക്ക് ചാഞ്ഞിട്ടുണ്ടല്ലോടാ. നീ വാ, മുറിവെണ്ണ തേച്ചുതരാം. വാ. ചെന്നൈക്കാലേ ചെല്ല്. ചേച്ചി അധികം ചൂട് വേണ്ടട്ടോ, മേല് പൊള്ളുവേ. ഞാൻ നോക്കിക്കോളാം. അവിടെ ഒന്നും കുഴപ്പമില്ലെന്നേ. ഇങ്ങനെ ഡെയിലി കുഴമ്പിട്ട് തരാനൊന്നും എന്നെ കിട്ടത്തില്ല. നീ വേഗം ഒരു കല്യാണം കഴിക്കും. അങ്ങനെ ഡെയിലി കുഴമ്പിട്ട് ഇങ്ങനെ ഇരിക്കാൻ എന്നെ കിട്ടത്തില്ല. എനിക്ക് കല്യാണം കഴിക്കും ചേച്ചി. എന്റെ സീറ്റും കൂട്ടുന്നേ. സീറ്റും കല്യാണം തമ്മിൽ എന്ത് ബന്ധമുണ്ട്. ഞാൻ പ്രസിഡന്റ് ആയതിനു ശേഷം കല്യാണം കഴിക്കൂ. എനിക്കിട്ടുന്ന സീറ്റാണ് ചുമ്മാ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് ചേച്ചിക്ക് അങ്ങോട്ട് തന്നത്. ഇനി നോ കോംപ്രമൈസ്. അത് പണ്ട് എന്റെ സീറ്റ് എന്റെ തന്നെ. അത് വിട്ടു തരാനേ നല്ല മനസ്സില്ല. അതിനുള്ള വെള്ളം മോൻ അങ്ങ് വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചേക്ക് കേട്ടാ. നിനക്ക് ഈ പഞ്ചായത്ത് തന്നെ വേണമെന്ന് എന്താ അത്ര നിർബന്ധം? നീ വല്ല MLA MP ഒക്കെ ആവാൻ നോക്കൂ. അതല്ല ഞാൻ പറഞ്ഞ, എനിക്ക് ആഘോഷപ്പെട്ട എന്താ? അതല്ല ഞാനും പറഞ്ഞേ, കല്യാണം കഴിക്കാൻ. എല്ലാരും കൂടി ഇതിന് ഉറങ്ങിക്കൂടി. ഓ, ജസ്റ്റ് രക്ഷപ്പെട്ടു. അയ്യോ, വന്നല്ലോ സമരനായകൻ. ഇതൊക്കെ പൊടിയാണല്ലോ. ഉദ്ദേശിച്ചാണല്ലോ. ചേച്ചി ഇതിൽ വെക്കാൻ പറ്റിയ ഒരു 500 ഉണ്ടാവും? ഇടില്ല. അപ്പൊ ഒരു 1000 മതി. നീ നേരത്തെ 500 ചോദിച്ചേ. അപ്പൊ കേട്ട് തന്നാ മതി. എന്തോ എങ്ങനെ? മോഷണം ലീഡർ KP രക്തത്തിൽ ഇല്ലാത്തോണ്ട് മാത്രം ചോദിക്കാം. ഓഹോ, അപ്പൊ എന്റെ രക്തത്തിലുണ്ടെന്ന്, ഞാൻ കള്ളിയാണെന്ന്. ചേച്ചി ദേഷ്യപ്പെടുമ്പോ ചേച്ചിയുടെ മൂക്ക് ചെറുതായിട്ട് വളയുന്നുണ്ടോന്നൊരു സംശയം. അത് നിന്റെ കണ്ണിന്റെ വളവാ. ചോദിക്കും. മുല്ലപ്പള്ളി സാറ് ചേച്ചിനെ കൊറേ അന്വേഷിച്ചിട്ടോ. അങ്ങനെ ചോദിച്ചു. എന്റെ മൂക്കിന്റെ വളവിനെ പറ്റിയോ? ഇയാളധികം വളയ്ക്കണ്ട. ഇയാൾക്ക് എന്തോ വേണം? കാശ് വേണം, അത്രയല്ലേ ഉള്ളൂ. അശോ, അവിടെ ഉണ്ടായിരുന്നില്ലേ? അവിടെ നോക്കാൻ പറ്റില്ല. കൊറേ ഉണ്ടല്ലോ. ഈ സ്ഥലം ഇന്നും കൂടിയേ ഉള്ളൂ. നിന്നെ എനിക്ക് അത്ര വിശ്വാസമില്ല. എന്താ ചേച്ചി വലത്തെ ഉണ്ട്? കടമൊന്നും മേടിക്കണല്ലോ. എഴുതി വെച്ചേക്കണല്ല അല്ലേ? നോക്കണ്ട, അത്രേ ഉള്ളൂ. അച്ഛാ, വീടൊക്കെ പെയിന്റ് അടിക്കാറായിട്ടോ. ഫുള്ള് മാറാമ്പലും പൂപ്പലൊക്കെയാണ്. എപ്പോഴും എന്തിനാടാ അവളെ ഇങ്ങനെ പിഴിയുന്നേ? എനിക്ക് കിഫ്ബി മസാല ബോണ്ട് ഉണ്ടാക്കി വിറ്റ് പൈസ ഉണ്ടാക്കാൻ സമയമില്ലാത്തോണ്ടല്ലേ. അതുകൊണ്ടല്ലേ ഞാൻ എങ്ങനെയാണ്. വീട്ടുകാരും ഒന്നും നിനക്കറിയണ്ടല്ലോ. അച്ഛന്മാരിങ്ങനെ രാഷ്ട്രീയം കളിച്ച് അഴിമതിക്കാരെന്നുള്ള പേര് മാത്രം സമ്പാദിച്ചു വെച്ചാൽ മക്കളമാരിങ്ങനെ തെണ്ടേണ്ടി വരും. ക്വൈറ്റ് നാച്ചുറൽ, സ്വാഭാവികം. അതല്ലേ ഇവിടെ നടക്കുന്നത്. വിട്ടേക്ക് വേണേ. അച്ഛൻ റെസ്റ്റ് എടുക്കൂ, ചെല്ലു. അമ്പലത്തിലെ പൊങ്കാലയ്ക്ക് ക്ഷണിക്കാൻ വന്നാണേ. അമ്പലത്തിൽ തുടങ്ങിയോ പൊങ്കാലിടല്? അടുപ്പ് കത്തിച്ചൊരു ഉദ്ഘാടനം വന്നാ മതി. എന്താണ് ഡേറ്റ്? ഈ വരുന്ന 22-ാം തീയതിയാ. 22. ഈയിടെയായിട്ട് കുറച്ച് ബിസിയാണ്. നോക്കട്ടെ. അയ്യോ, 22 ഡേറ്റില്ലല്ലോ. അന്ന് ഞാൻ വേറൊരു പരിപാടി പിടിച്ചിട്ടുണ്ട്. യൂത്ത് വിങ്ങിന്റെ പോത്ത് വിതരണം. കുഴപ്പമില്ല, എന്തായാലും നിങ്ങൾ വണ്ടി അയക്ക്, ഞാൻ വരാം. വിശ്വാസികളുടെ കാര്യങ്ങൾ നോക്കണമെന്നാണ് ഇപ്പൊ ഹൈക്കമാൻഡിന്റെ പുതിയ നിർദ്ദേശം. സന്തോഷം. ഞങ്ങൾക്ക് ആവശ്യം. ഞാൻ പറഞ്ഞല്ലേ 22 ഡേറ്റിൽ ഞാൻ അവരെന്ത് വിചാരിക്കും? രാവിലെ തന്നെ 4 കൂടി അമ്പലപ്പടിക്ക് വന്നേക്കാൻ എന്റെ പഴം കൂടി തിന്നാൻ പറ്റും. ഇങ്ങോട്ട് വാ. ക്യാൻസറിന് സൂനന്ത, ജൈവകൃഷിക്ക് സൂനന്ത, പശു വളർത്താനും കോഴിക്ക് തീറ്റ കൊടുക്കാനും സൂനന്ത, എന്തിന് പെണ്ണുങ്ങൾ സംഘം ഉണ്ടാക്കാൻ സൂനന്ത. ഇങ്ങനെയാണോ പെണ്ണുങ്ങള്? എന്താണ് പ്രശ്നം? പുറത്തെന്താ പ്രശ്നം?
അത് പള്ളിയിറക്കാവില്ല ക്ഷേത്ര കമ്മിറ്റിക്കാരൻ അവിടെ ആനയെ നിക്രടിക്കാനും സുനന്ദയെ വേണമെന്ന്. ഇത് പിടിച്ചേ കഴിച്ചോ. എനിക്ക് സങ്കടം കക്കൂസ് പോകും പൊട്ടിട്ടോ. നമ്മൾ പ്രതീക്ഷിച്ച പുള്ളി ഇങ്ങനെ വിചാരിക്കും. നമസ്കാരം നമസ്കാരം. അമ്പലത്തിലെ പൊങ്കാലയാണ്, ഒന്ന് ഉദ്ഘാടനം ചെയ്ത് തരണം. ക്ഷമിക്കണം, അത് കയറിയിരിക്കാം. ഇല്ല, പോയിട്ട് ഇച്ചിരി ധൃതിയുണ്ട്. മെമ്പർ ഒന്ന് വരാമെന്ന് സമ്മതിച്ചാൽ ഓ മതിയായിരുന്നു. പിന്നെന്താ, തീർച്ചയായിട്ടും വരാലോ. ദേവിയുടെ അനുഗ്രഹവും ചൈതന്യം ആർക്കാ അറിയാത്തത്? വിളിച്ചാ വെളിപ്പുറത്തല്ലേ അമ്മേ. അച്ഛാ, സമയത്ത് കല്യാണം കഴിപ്പിക്കാതെ മകള് മഹാറാണിയായി പഞ്ചായത്തിൽ വാഴിച്ചതല്ലേ. ഇപ്പൊ കതറിടാനും തല്ലുള്ള ഞാൻ എന്നിട്ട് ഞാൻ വിളിച്ചു. 22 രാവിലെ വണ്ടി അയക്കാം. അയ്യോ വേണ്ട, ഞാൻ എന്റെ സ്വന്തം വണ്ടിയിലങ്ങ് വന്നോളാം. പക്ഷെ ഇലക്ഷൻ വരുമ്പോ എന്റെ കാര്യം മറക്കരുത്. അത് കരയോക്കാരോട് എല്ലാരോടും ഒന്ന് പറഞ്ഞേക്കണം. അത് പിന്നെ പറയാനുണ്ടോ? ഓ ശരി ശരി. ദേവി വിലാസം സ്കൂളിലെ ഏതെങ്കിലും ഒരു ക്ലാസ്സിലെ ലീഡർ ആയിട്ടുണ്ടാവുള്ളു. നീ ആയിട്ടുണ്ടോ? സുനിതയെ കുറിച്ച് പറയുമ്പോ സുനിതയെ കുറിച്ച് പറയാം, അല്ലാതെ വെറുതെ വിഷയത്തെ വ്യതിരിക്കരുത് അച്ഛാ. എടാ, രാഷ്ട്രീയത്തിൽ ഇതൊന്നും അല്ല വേണ്ടത്. പിന്നെ? ബുദ്ധി വേണം. ബുദ്ധി ഉപയോഗിക്കടാ. ബുദ്ധി ഉണ്ടായിരുന്നെങ്കിലേ ഓ, 500 വോട്ടുള്ള ശരദൂരക്കാരോട് ഇവൻ ചൂടാവൂ. അയ്യോ. ഹലോ, ഒരു മിനിറ്റ്. ദേ ഇന്നലെ വാങ്ങിച്ച കാശ് അഭിമാനം പണയം വെച്ചിട്ട് ഒരു കളിക്കൂല ലീഡർ കെ പി. ഇതിപ്പോ ആരെ പറ്റിച്ചു? ആ പാവ അലീനെ പിഴിഞ്ഞായിരിക്കും അല്ലേ? അതോ നീനയുടെ കയ്യിൽ നിന്ന് ഇറന്നതാണോ? ഇനി ഈ കടവും ഞാൻ തന്നെ വീട്ടണ്ടേ? ഹേയ്, ഒരുമാതിരി അനാവശ്യം പറയാൻ നിൽക്കരുത്. അതെ, ഞാനൊരു കാര്യം പറയാം. അലീനെ പോലെയല്ല, ഈ നീനയായിട്ടുള്ള നിന്റെ പൈസയുടെ ഇടപാടുണ്ടല്ലോ, അത് നിനക്ക് തന്നെ പാരയാവും. നീ നോക്കിക്കോ. ഇത് ഞാൻ ആരിൽ നിന്ന് വാങ്ങിച്ചാൽ ഇതിനെ അധ്വാനിച്ചുണ്ടാക്കിയത്. അടിപിടി കേസ്, സ്ഥലം മാറ്റം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുടെ കയ്യിൽ നിന്ന് വെറുതെ പൈസ പിടുങ്ങുന്നതാണല്ലോ നിന്റെ അധ്വാനം. ഇവിടെ അഴിമതി ഇല്ലേ? ഇവിടെ അഴിമതി എന്ന് പറയാൻ പൈതകോറച്ചിനൊന്നും പറ്റൂല. കോഴിത്തീറ്റ, കാലിത്തീറ്റ, പാലം, പശുവിന വിതരണം, മറ്റേ തോട്, എന്തൊക്കെ സുനാമി, കൊടുങ്കാറ്റ്. സത്യം പറയും, നീ ഇപ്പിട്ടിരിക്കുന്ന പാവാടുള്ള കഴിഞ്ഞ വിളവത്തിന്റെ അല്ലേ? നീ തെളിവുണ്ടെങ്കിൽ കാണിക്കടാ, വെറുതെ കാണുകണോ പറയാതെ. ഞാൻ കാണിച്ചോളാം, സമയമാകുമ്പോ ഞാൻ കാണിച്ചോളാം. അപ്പൊ കാണിക്കുമ്പോ നീ കണ്ട വഴി ഓടാനാടി. അച്ഛാ, ദീവിനുണ്ടല്ലോ, നാട്ടിലെ പെണ്ണുങ്ങൾ കഷ്ടപ്പെട്ടെങ്കിലും ആയി കഴിയുമ്പോ ആണുങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു തരം അസൂയ. അതാണ് നിനക്ക്. അയ്യോ അസൂയ, അസൂയ, അയ്യോ അസൂയപ്പെടാൻ പറ്റിയ സാധനം. അച്ഛാ, ഓ നീ പൊടി കെട്ടാ കളി. നീ പോടാ മരയോന്തേ. ഞാൻ മുക്കിത്തരാടാ പുറത്തലയാ. ഇപ്പൊ ഇവള് കാണിച്ചോണ്ട് എല്ലാത്തിനും എനിക്കറിയാം 4000 രൂപ കാണിച്ചു തരാം. ഉച്ചക്കണ്ടല്ല, ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ ഞാൻ നേരത്തെ വരും. ഉണ്ടാക്കി തുടങ്ങി ഇപ്പോഴെ തന്നെ. ഞാൻ ഉരുട്ടി വെക്കാടാ, ഉരുള ഉരുട്ടി വെക്കാം. നീയല്ലേ നിക്കണിക്കുമ്പോ ആരെ കൂടെ കൊടുക്കുള്ള അല്ലേ? ഒരു ശരാശരി രാഷ്ട്രീയക്കാരൻ ജീവിക്കാൻ ആരെയൊക്കെ പേടിക്കണമെന്നറിയാമോ? വാട്സപ്പ്, ഫേസ്ബുക്ക്, പത്രം, പാല്, ജനം, അമ്മായപ്പൻ, ദിംതരികിടത്തം, ചിത്രം, വിചിത്രം, തിരുവ, എതിർവ, ആരൊക്കെ? പേടിയുള്ള ഒരാളെ തിരുവനന്തപുരത്ത് പോയി അടിമേടിച്ചതെന്ന് പറഞ്ഞ പപ്പ ഇതുവരെ ചിരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഗാന്ധി ജയന്തിയായി. പപ്പയ്ക്ക് പുച്ഛിക്കാൻ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കല്ലേ കേപ്പി? ഇതൊക്കെ ഒരു സോഷ്യൽ മീഡിയ ട്രിക്കല്ലേ വാവേ. പാർട്ടി പ്രവർത്തനം ഗുണ്ടായിസ് വന്ന് വിശ്വസിച്ചെടുക്കുന്ന നിന്റെ അച്ഛന് ന്യൂ ജനറേഷൻ ട്രിക്ക് അറിയോ? പാർട്ടിയുടെ എന്തെങ്കിലും അറിയോ? കണ്ടുപിടിക്കണം ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങളെ സുനന്ദ ചേച്ചിയുടെ ട്രിക്ക് കണ്ടുപിടിക്കും. സുനന്ദ 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 കൊടുക്കല്ലേ. ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടിട്ട് വന്നേ. ആ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ആലോചന പപ്പ കൊണ്ടുപിടിച്ച് നടത്തുന്നുണ്ട്. പപ്പന്മാർക്ക് പിന്നെ എന്ത് വേണമെങ്കിലാവാലോ. അയാളാണെങ്കിൽ വാട്സപ്പ് ഉണ്ടോ മെസ്സഞ്ചർ ഉണ്ടോ എന്ന് ചോദിച്ചു പിറകെ നടക്കുക. നാശം. നീ വിഷമിക്കാതെ, അവനുള്ള ആപ്പ് ഞാൻ കൊടുത്തോളാം. ഈ ലീഡർ കെ പി പഞ്ചായത്ത് മെമ്പർ ആയാൽ ആ സ്പോട്ടിൽ കല്യാണം. ഇതൊരു രാഷ്ട്രീയക്കാരുടെ വാക്കല്ല, ഒരു കാമുകന്റെ വാക്കാണ്. ഇപ്പൊ തന്നെ വാക്കുമാറിയല്ലോ. പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് കല്യാണം എന്നായിരുന്നു ഇത്ര നാളും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ഒരു മെമ്പറായോ? എന്റെ പൊന്നലില്ല, നീയും നിന്റെ അച്ഛനെ പോലെ ഈ ഇന്ത്യൻ രാഷ്ട്രീയ മാറ്റങ്ങൾ രാഹുൽജിനെ പോലെ നമ്മൾ ഉൾക്കൊള്ളാൻ പഠിക്കണം. എന്നാലേ വളരുള്ളൂ. നീ അധികം വളരണ്ട കേട്ടോ. പപ്പ എന്താ ഈ വഴി? അയ്യോ പപ്പേ, നീ എന്താണ് ഇവിടെ? നീ ഇവിടെ വീട്ടിൽ പോടി. പ്രതിഷേധിക്കുവാൻ, ഇന്ത്യയുടെ മനസ്സാക്ഷിയെ ഉണർത്തുവാൻ സേവകരായി ഇതിനകത്തോ ഞാൻ കേറിയിട്ട് ഒരാഴ്ച എങ്ങനെ നിർത്തണ്ട. പട്ടത്തി ചവിട്ടി നീളത്തി പോരും. വാ നേരെ പോരും സാർ. നേരെ നോക്കി ചവിട്ട് താഴെ വീഴും. ആ വീട്ടില് നറുതൽ സർവത്ത് സെറ്റ് ചെയ്ത്. എന്താ സുഖല്ലേ സാറേ? ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണായിരുന്നു. കിതപ്പൊന്നുമില്ലല്ലോ. വാ ഇതൊരു നേരെ വീട്ടിൽ വാ, ചവിട്ടി വിട്. അക്ഷരം പോലും അറിയില്ല. രാധന്റെ കൈയക്ഷരം. എടോ കണ്ടാ
റാസാക്കെ മാഡം എവിടെ നിൽക്കുവാടോ? ഞാൻ ഇല്ലിക്കുഴിയിലോട്ട് വന്നേ. ആരുടെ ഈ സുനിത മെമ്പറുടെ ഫ്ലെക്സ് ഒക്കെ ഇവിടെ കൊണ്ടുവച്ചത്? തോന്നിയാസല്ലേ ഈ കാണിക്കുന്നത്? ആ മെമ്പറോട് കുശുമ്പുള്ള ആരോ ചെയ്ത പണി. ചെയ്തവരെ കുറ്റം പറയാൻ പറ്റുമോ? റോഡ് മൊത്തം കുഴിയല്ലേ. ഇവന്മാര് കരുതി കൂട്ടിയാണ് ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ. എന്ത് വള്ളിക്കെട്ടിലാണോ എന്തോ. ഈശ്വര കാത്തോണേ. എന്തിനാ മാഡം വിളിച്ചത്? എടോ, തന്നോട് ഞാൻ എത്ര കാലമായി പറയുന്നു റോഡ് ശരിയാക്കാൻ? ഈ കുഴിയെല്ലാം എണ്ണി അടച്ചില്ലെങ്കിൽ തന്റെ ലൈസൻസ് കെട്ടിയത് ഞാൻ കരിമ്പട്ടികയെ പെടുത്തുവേ. ഒറ്റ ബില്ല് ഞാൻ പാസ്സാക്കത്തില്ല പഞ്ചായത്തിൽ നിന്ന്. മാഡം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓ ആക്ടിങ് ശരിയാണ്, ശരിയാണ്. മാഡം ഒരു 1000 ടൈംസ് പറഞ്ഞിട്ടുണ്ട്. മാഡം ചതിക്കരുത്. എന്റെ ലോൺ, എന്റെ JCB, എന്റെ ടിപ്പർ, എന്റെ കരിമ്പട്ടിക. ചളവാക്കാത്തതോ. ആക്ടിങ് കറക്റ്റ് മാഡം. ആ, അപ്പൊ വേഗം റോഡ് ശരിയാക്കാം. ശരി, മാം. വൈകുന്നേരം ഞാൻ ഈ വഴി വരുമ്പോ ഒറ്റ കുഴി കണ്ടുപോരുത്. ചെയ്യാം. മനസ്സിലായല്ലോ? ഇപ്പൊ ശരിയാക്കി. ഞാൻ പറഞ്ഞില്ലേ സുനിത മെമ്പർ സൂപ്പറാണ്. സൂക്ഷിച്ചു പോണ മെമ്പറെ, പാതാളക്കുഴി വീടല്ലേ. ഗ്രൂപ്പിസം അതിന്റെ പാരമ്യത്തിലെത്തിരിക്കുകയാണ്. സുനന്ദയ്ക്കെതിരെ പോസ്റ്റർ ഒട്ടിച്ചത് സുരേഷും സംഘവുമാണെന്നാണ് സൂചന. അതുകൊണ്ട് ഗ്രൂപ്പിസം ഇനി വെച്ച് പൊറുപ്പിക്കാനാവില്ല. ഗ്രൂപ്പിസം കണ്ടുപിടിച്ച ചാച്ചനാണ് ഗ്രൂപ്പിസിനെ കുറിച്ച് പറയണം. CCTV ദൃശ്യങ്ങളിലെല്ലാം വ്യക്തമാണ്. തലേ ദിവസം രാത്രി സുരേഷിനെ അവിടെ കണ്ടവരുണ്ട്. മര്യാദക്ക് സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലാത്ത ഗ്രാമത്തിലാണ്. ആര് പറഞ്ഞു? എന്റെ വീട്ടിലുണ്ടല്ലോ CCTV. കോങ്കോയിലിരുന്ന് അത് ഞാൻ എല്ലാം കാണാം. എന്തൊക്കെയായാലും തെരഞ്ഞെടുപ്പെടുത്ത ഈ വേളയിൽ സുനന്ദയുടെ സമയോചിതമായ ഇടപെടൽ വലിയൊരു നാണക്കേടിൽ നിന്നും പാർട്ടി രക്ഷിച്ചിട്ടുണ്ട്. എന്താ ശരിയല്ലേ? നമ്മുടെ പഞ്ചായത്തിന്റെ ഇന്ദിരാഗാന്ധിയാണ് സുനന്ദ എന്ന് പറയുന്നതിൽ എനിക്ക് ലജ്ജയില്ല. ലജ്ജയില്ലാത്ത बहुत वर्ष पहले जब जवाहरलाल नेहरू प्रधानमंत्री थे तब उन्होंने सुझाव दिया था. ഇത്തവണത്തെ സ്ഥാനാർത്ഥി ലിസ്റ്റ് അറിയാൻ പാർട്ടി പ്രവർത്തകർക്ക് താല്പര്യമുണ്ട്. അതൊക്കെ സമയമാകുമ്പോൾ നേതൃത്വം പുറത്തിറക്കും. അതെ. എല്ലാവരും ഓർത്തോ, ഇത്തവണ എന്റെ ഡേനാണ്. അങ്ങനെയുള്ള കീഴ്വഴക്കങ്ങളൊന്നും ഇവിടെ ഇല്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ സുനന്ദ വന്നു. സുനന്ദ കഴിവ് തെളിച്ച സ്ഥിതിക്ക് ഇനി വേറെ ആരും വേണ്ട. സുനന്ദ എന്ത് പറയുന്നു? അത് പിന്നെ പാർട്ടി എന്ത് പറയുന്നു അതനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ്. എന്നാലും കഴിവുള്ളവരെ. കഴിവ് അതാണ്. സുരേഷിന് സീറ്റ് കൊടുക്കാൻ സുനന്ദയ്ക്ക് പോലും താല്പര്യം. അല്ല, ഞാൻ അങ്ങനെ ചായം കടി ചൂട് മൂഞ്ചിക്കണം. ചായം കടി നടക്കുന്നു. ആ പോട്ടെ. അയ്യോ, അമ്മമാര് പോയി ഗ്രൂപ്പ് ഉണ്ടാക്കുമെന്തോ. സുനന്ദയ്ക്കെതിരെ പോസ്റ്റർ ഒട്ടിച്ചതിന് സുനന്ദയുടെ വികാരം കണക്കിലെടുത്ത് സുരേഷിനെ അന്വേഷണ വിധേയമായി 3 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്നു.